കോഴിക്കോട് സ്റ്റാർബക്സ് കോഫി ഷോപ്പിൽ ഫലസ്തീൻ അനുകൂല പോസ്റ്റർ ഒട്ടിച്ചതിന് 6 വിദ്യാർത്ഥികൾക്കെതിരെ പോലീസ് കേസ്. ഫറൂഖ് കോളേജിലെ ഫ്രറ്റേണിറ്റി പ്രവർത്തകരായ വിദ്യാർത്ഥികൾക്കെതിരെയാണ് കേസെടുത്തത്. കലാപാഹ്വാനം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചേർത്താണ് കോഴിക്കോട് ടൗൺ പോലീസ് കേസെടുത്തത്. വിവരങ്ങൾ നൽകാൻ കോഴിക്കോട് നിന്ന് സലാം മുഹമ്മദ് ചേരുന്നുണ്ട്. സലാം, ഇപ്പോൾ ഏത് സാഹചര്യത്തിലാണ് ഈ വിദ്യാർത്ഥികൾക്കെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നത്? മറ്റ് വിവരങ്ങൾ എന്തെല്ലാം? രേഷ്മ, ഇസ്രായേൽ ഫലസ്തീനിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ക്രൂരകൃത്യങ്ങൾക്കെതിരെ അല്ലെങ്കിൽ വംശഹത്യക്കെതിരെ വളരെ സമാധാനപരമായ രീതിയിൽ പ്രതിഷേധിച്ച ഫ്രട്ടേണിറ്റി പ്രവർത്തകർ, അതായത് ഫറൂഖ് കോളേജ് വിദ്യാർത്ഥികൾ ആയിട്ടുള്ള 6 പേർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. 3 പെൺകുട്ടികൾ ഉൾപ്പെടെയുള്ള 6 പേർക്കെതിരെയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. കോഴിക്കോട് ടൗൺ പോലീസാണ് കേസെടുത്തത്. കലാപാഹ്വാനം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചേർത്തുകൊണ്ടാണ് കേസെടുത്തിരിക്കുന്നത്. നമുക്ക് വിദ്യാർത്ഥികൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. എന്തുകൊണ്ടാണ് കേസെടുക്കാനുള്ള സാഹചര്യം? ഞങ്ങൾ ഫലസ്തീൻ ഐക്യദാർഢ്യപ്പെട്ടുകൊണ്ട് കുട്ടികളിലേക്ക് അവയർനെസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ ബോയ്ക്കോട്ട് എന്ന രൂപത്തിൽ ഫ്രട്ടേണിറ്റി ഫറൂഖ് കോളേജ് യൂണിറ്റ് നടത്തിയ ഒരു പരിപാടിയായിരുന്നു. വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. സ്റ്റാർബക്സിലാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. നമ്മളും അതുപോലെ തന്നെ പ്രസിഡന്റ് വസീം മൻസൂറും ഉണ്ടായിരുന്നു കൂടെ. പിന്നെ ബാക്കി നമ്മൾ പ്രവർത്തകരായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഫലസ്തീനിൽ 2.5 മാസമായിട്ട് ജനോസൈഡ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അത് ജനങ്ങളിലേക്ക് അറിയിക്കുക, നമ്മൾ ഇത്തരം ബോയ്ക്കോട്ടിലൂടെ പ്രയോജനമുണ്ടെന്ന് കുട്ടികളിലേക്ക് അറിയിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നടത്തിയൊരു ക്യാമ്പയിനിങ്ങിന്റെ ഭാഗമായിട്ട് നമ്മൾ നടത്തിയൊരു പരിപാടിയായിരുന്നു. വളരെ സമാധാനപരമായിട്ട് ആരെയും ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ നമ്മൾ നടത്തിയൊരു പ്രോഗ്രാം ആയിരുന്നു. പക്ഷേ അവര് നമ്മുടെ കലാപം സൃഷ്ടിച്ചു എന്ന പേരിലാണ് നമ്മുടെ കേസ് ചുമത്തിയിട്ടുള്ളത്. അതെ, നമ്മൾ പ്രസിഡന്റ് വസീമിനും അതുപോലെ തന്നെ ജോയിന്റ് സെക്രട്ടറി ഹാത്തിം യാസറിനും ഇതുവരെ പുറത്തു വിട്ടിട്ടില്ല. അവരെ ഇപ്പോഴും അവിടെ പിടിച്ചു വെച്ചിട്ടാണുള്ളത്. 2 പേര്. ഇതാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. വളരെ സമാധാനപരമായ രീതിയിൽ പ്രതിഷേധം രേഖപ്പെടുത്തുക മാത്രമാണ് വിദ്യാർത്ഥികൾ ചെയ്തത്. സ്റ്റാർബക്സിനുള്ളിൽ, കോഴിക്കോട് ബീച്ചിലുള്ള സ്റ്റാർബക്സിനുള്ളിൽ ഒരു പോസ്റ്റർ പതിക്കുക, അതിന്റെ വീഡിയോ എടുക്കുക മാത്രമാണ് വിദ്യാർത്ഥികൾ ചെയ്തത്. എന്നാൽ കലാപാഹ്വാനം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ, ഗുരുതരമായ വകുപ്പുകൾ ഉൾപ്പെടെ ചേർത്തുകൊണ്ടാണ് പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ഇതിൽ 2 പേരെ ഇപ്പോഴും പോലീസ് ജാമ്യത്തിൽ വിട്ടിട്ടില്ല. ഇപ്പോഴും 2 പേർ പോലീസ് സ്റ്റേഷനിൽ കഴിയുകയാണ്. ഈ രീതിയിലുള്ള ഒരു നടപടിയാണ് പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. ഏതായാലും ഫ്രട്ടേണിറ്റി പ്രവർത്തകരായിട്ടുള്ള കോഴിക്കോട് ഫറൂഖ് കോളേജ് വിദ്യാർത്ഥികളായിട്ടുള്ള 6 പേർക്കെതിരെയാണ് ഇപ്പോൾ പോലീസ് ഫലസ്തീൻ അനുകൂലം അല്ലെങ്കിൽ ഇസ്രായേൽ നരഹത്യക്കെതിരെ അല്ലെങ്കിൽ വംശഹത്യക്കെതിരെയുള്ള സമാധാനപരമായ ഒരു പ്രതിഷേധം നടത്തിയതിന്റെ പേരിൽ കലാപാഹ്വാനം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചേർത്തുകൊണ്ട് കേസെടുത്തിരിക്കുന്നത്. ഏതായാലും പ്രവർത്തകർ, വിദ്യാർത്ഥികൾ ചോദിക്കുന്ന ചോദ്യം ഇതാണ്: എന്തുകൊണ്ടാണ് ഫലസ്തീൻ അനുകൂലമായിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ അത്തരം ഒരു നിലപാടെടുക്കുന്ന സർക്കാരിന്റെ പോലീസിന് എങ്ങനെയാണ് ഈ രീതിയിൽ ഒരു കേസെടുക്കാനുള്ള അല്ലെങ്കിൽ അത്തരം ഒരു സമീപനം ഉണ്ടാകുന്നത് എന്ന ചോദ്യമാണ് വിദ്യാർത്ഥികൾ ചോദിക്കുന്നത്. രേഷ്മ.